നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ യൂണിറ്റുകളാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമുക്കറിയാം റേറ്റ് കോൺസ്റ്റൻറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു കെ സ്മോൾ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എക്സ് ആൻഡ് ബി ടു ദ പവർ വൈ. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് റേറ്റ് ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കെ എന്ന് പറയുന്ന നമുക്ക് എന്ത് പറയാൻ പറ്റും? കെ ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എക്സ് ആൻഡ് ബി ടു ദ പവർ വൈ എന്ന് പറഞ്ഞൂടെ നമുക്ക്. ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേറ്റ് കോൺസ്റ്റൻറ്റ് കെയിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഈ യൂണിറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ യൂണിറ്റ് നോക്കിയിട്ട് നമുക്ക് ഈ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എന്തിനാണ് നമ്മൾ ഈ യൂണിറ്റ് പഠിക്കുന്നത്? ഈ കെയിൻ്റെ യൂണിറ്റ് നോക്കിയാൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഈ റിയാക്ഷൻ്റെ ഓർഡർ ഏതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തതൊക്കെ ഇതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എയുടെ കോൺസെൻട്രേഷനെയോ അല്ലെങ്കിൽ ബീൻ്റെ കോൺസെൻട്രേഷനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള റിയാക്ഷനെയാണ് എന്ത് പറയുക? സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ കെ എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ്? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. സീറോ ഓർഡർ റിയാക്ഷൻ്റെത് മോള് ലിറ്റർ പെർ സെക്കൻഡ്. മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളെ സീറോ ഓർഡർ റിയാക്ഷൻ്റെ കെയിൻ്റെ യൂണിറ്റ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ കമ്പോണൻറ്റ്. ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതുകൊണ്ട് കെയിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിൽ പെർ സെക്കൻഡ് മാത്രമാണ്. എന്താണ്? പെർ സെക്കൻഡ്. ഇത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വാല്യൂസ് കെയിൻ്റെ യൂണിറ്റുകൾ ഫസ്റ്റ് ഓർഡറിൽ എത്രയാണ്, സെക്കൻഡ് ഓർഡറിൽ എങ്ങനെയാണ്, സീറോ ഓർഡറിൽ എങ്ങനെയാണെന്ന് കാണാതെ പഠിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ ഇപ്പോൾ സീറോ ഓർഡർ ഡിസ്കസ് ചെയ്തു, ഫസ്റ്റ് ഓർഡർ ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ കെയിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ മോൾ ലിറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ എന്താ നമ്മൾ പഠിച്ചിരുന്നത്? ഫസ്റ്റ് ഓർഡർ എങ്ങനെയാണ്? ഫസ്റ്റ് ഓർഡറിൻ്റെത് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡ് ഓർഡർ ഇത് സീറോ ഓർഡറിൻ്റെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇനി ഫസ്റ്റ് ഓർഡറിൻ്റെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ഓർഡറിൻ്റെ പെർ സെക്കൻഡ് മാത്രം. ഇനി സെക്കൻഡ് ഓർഡറിൻ്റെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? വേണ്ട, ഫസ്റ്റ് ഓർഡർ, ഇത് സീറോ ഓർഡർ. അപ്പോൾ ഇനി സെക്കൻഡ് ഓർഡറിൻ്റെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? പെർ മോൾ. കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. പെർ മോൾ. പിന്നെ ലിറ്റർ. സെക്കൻഡ് എങ്ങനെ? പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൽ മൂന്നിലുള്ളൊരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ മൂന്നിനും സെക്കൻഡ് ഉണ്ട്. കണ്ടോ? ഇതിൽ സെക്കൻഡ് ഉണ്ട്, ഇതിലും സെക്കൻഡ് ഉണ്ട്, ഇത് സെക്കൻഡ് ഉണ്ട്. ഇതൊക്കെ ഡിനോമിനേറ്ററിലാണ്, ഒക്കെ പെർ സെക്കൻഡാണ്. ഫസ്റ്റ് സീറോ ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ മോള് പെർ ലിറ്ററാണ്. രണ്ടാമത്തേൽ പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. മൂന്നാമതായിട്ടുള്ള സെക്കൻഡ് ഓർഡർ റിയാക്ഷനിൽ ഇവിടെ സീറോ ഓർഡറിൽ മോളുള്ളത് പെർ മോളാവും, സീറോ ഓർഡർ പെർ ലിറ്ററുള്ളത് ലിറ്ററും ആവും. ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം ഈ യൂണിറ്റുകളെ. ഇനി യൂണിറ്റിൻ്റെ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ തരികയെന്നറിയോ? ഒരു റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ തരും. കെ ഈസ് ഈക്വൽ ടു 2.3 ഇൻറ്റു 10⁻⁻5 പെർ മോൾ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നു. ഇനി നെക്സ്റ്റ് വേറൊരു ഇക്വേഷൻ കൂടി തന്നു. കെ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻⁻4 പെർ സെക്കൻഡ് എന്ന് തന്നു.
അതേപോലെ തന്നെ K ഈസ് ഈക്വൽ ടു 5.1 ഇൻറ്റു 10⁻² എന്ന് തന്നിട്ട് അതിൻ്റെ ഇത് നമുക്ക് മോള് പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് തന്നത്. ഈ മൂന്നും തന്നിട്ട് ഫൈൻഡ് ഔട്ട് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻസ് എന്ന ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് തരും, ഓർഡർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇത് ഒന്നാമത്തതിൻ്റെ ഓർഡർ എന്താ വരിക? പെർ മോൾ ലിറ്റർ പെർ സെക്കൻഡ് നോക്കേണ്ട, എല്ലാത്തിലും ഉണ്ടാവും. പെർ മോൾ ഏതാ വരിക? ഏതാ റിയാക്ഷൻ? സെക്കൻഡ് ഓർഡറാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഫസ്റ്റ് ഓർഡറാണ്. ലാസ്റ്റ് വൺ എന്താണ്? 0 ഓർഡർ റിയാക്ഷനാണ്. ഇങ്ങനെ ഓർഡർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ K വാല്യൂസ് തരും നമുക്ക്.